മൂപ്പര് വായിച്ച 39ാമത്തെ പേജ് നോക്കുക. ഇവിടുത്തെ സന്ദേഹ നിവാരണത്തിന് വേറെ ഒരു മാർഗമുണ്ട് കേട്ടല്ലോ. മനുഷ്യന്റെ കഴിവിൽപ്പെട്ട കാര്യങ്ങളും കഴിവിൽപ്പെടാത്ത കാര്യങ്ങളും ഉണ്ടല്ലോ. അതായത് മനുഷ്യർ പരസ്പരം സഹായിക്കുമെന്ന് വിചാരിച്ചാൽ നിറവേറാത്ത കാര്യങ്ങളിൽ സഹായാർത്ഥന അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ, വേറെ ആരോടും പാടില്ല. അത് നിർത്തിയിട്ട് പിന്നെ കണ്ടോ, അപ്പോ മനുഷ്യരെ കൊണ്ട് പറ്റാത്തത് പിന്നെ അള്ളാഹിനെ കൊണ്ടേ പറ്റുള്ളൂ. അപ്പൊ അതിൽ മൂപ്പര ആഗ്രഹിച്ചത് എന്താ, മൂപ്പര താല്പര്യം എന്താണ്? അത് വേറെ പടപ്പുകൾ എന്ന് പറയാൻ പറ്റൂല, വേറെ സൃഷ്ടികൾ എന്ന് പറയാൻ പറ്റൂല. അത് ശരി. അപ്പൊ ഇനിയിപ്പോ ഈ ആനയും ചിലപ്പോ ആനനൊക്കെ ഉപയോഗിക്കേണ്ടി വരും, അതേപോലെ നായകൾ ഉപയോഗിക്കേണ്ടി വരും, ചില സമയത്ത് വണ്ടി ഒരു സൃഷ്ടിയാണല്ലോ, ആ വണ്ടി ഉപയോഗിക്കേണ്ടി വരും. അപ്പൊ ഇതൊക്കെ ഇപ്പൊ എവിടെ വരിക? ഇതൊക്കെ മനുഷ്യൻ എന്നുള്ള ഗണത്തിലാണോ വരിക? അതല്ല അതിന് സൃഷ്ടികൾ നിന്ന് പടപ്പുകൾ എന്നൊക്കെ പറയാൻ പറ്റുമോ? ഇല്ലേ? അത് ഒരു പറയട്ടെ. കേട്ടല്ലോ, ഉമർ മൗലവിയുടെ പുസ്തകത്തിൽ അതിന്റെ ബാക്കി പിന്നീണ്ട്. അത് വായിച്ചാൽ അവരുടെ മുഴുവൻ വാദങ്ങളും പൊളിയും. അതൊന്നും വായിക്കാതെ അവിടേക്ക് ആനനെ കൊടുന്നു, വല്ല നായനെ കൊടുന്നു, അതുപോലെ തന്നെ വണ്ടിനെ കൊടുന്നു. നായനെ നമ്മൾ ഉപയോഗിക്കലുണ്ടല്ലോ, ആനയെ നമ്മൾ ഉപയോഗിക്കലുണ്ടല്ലോ. ആനയോടും നായയോടും സഹായം തേടലില്ല. ബിനാമി മനസ്സിലാക്കണം. ടി.കെ. അഷ്റഫെ കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കണം. ആനയെയും നായയെയും ഉപയോഗപ്പെടുത്തുകയാണ്. ആ സാധു തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് വണ്ടിയും ഉപയോഗിക്കുകയാണ്. നമ്മളെ വിഷയം എന്താണ്? വിഷയത്തിൽ നിന്ന് കുതറി മാറുന്നതിൽ ഫൈസൽ മുസ്ലിയാരുടെ വലത്ത് വെച്ച് കെട്ടാൻ പറ്റിയ ആളാണ് ഈ ചങ്ങായി. അഷ്റഫ് കണ്ടെത്തിയത് നല്ല ടീമിനെ കണ്ടെത്തിയത്. നമ്മളുടെ വിഷയം മനുഷ്യ കഴിവിനപ്പുറത്ത് അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടാൻ പറ്റൂല എന്നുള്ളതാണ്. അപ്പൊ അവിടെ നിങ്ങൾ മനുഷ്യ കഴിവിനപ്പുറത്ത് എന്നുള്ളത് മാറ്റിയിട്ട് സൃഷ്ടികളുടെ കഴിവിനപ്പുറത്ത് എന്നാക്കി മാറ്റി. അതിൽ ഇസ്ലാമിൽ വല്ല തെളിവുണ്ടോ അല്ലേ എന്നുള്ളതാണ് നമ്മളെ വിഷയം.